പോയിട്ട് വീഡിയോ എടുത്താടാ? വീഡിയോ എടുത്തില്ല. ഇതിപ്പോ എന്നെ നിർബന്ധിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടുകാരൊക്കെ ഗേറ്റിന് മുമ്പിൽ വന്നിരിക്കുന്നത്. ഒരുത്തം ക്യാമറയുടെ പുറകെ തന്നെ ഉണ്ട്. എഴുന്നേറ്റ് വന്നേടാ, നമുക്ക് പോകാൻ എന്താ. അപ്പൊ സാറിനെ ജിമ്മ് ആയിട്ടാണ് ഇവിടോട്ട് വരുന്നത്. ജിമ്മ് വേറേതാണ്, സ്വിമ്മിങ് വേറേതാണ്. ഞാൻ റിപ്ലേസ് ചെയ്ത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്താന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇനി ഇത് ചെയ്തിട്ട് പോയ ഇവിടുന്ന് വെള്ളം ചൂടായിരുന്നാ മതി പോലെ, അല്ലെങ്കിൽ ഞാൻ ആവിക്കകത്ത് വിളിക്കുന്നതാണ്. കൈ കാണിക്കുന്നുണ്ടോ വെള്ളത്തിനകത്ത്. ഞാൻ എന്തായാലും ചാടിയിട്ട് വരാം. കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ. ഫോട്ടോ എടുത്തായിട്ട് എനിക്ക് എന്റെ ബോഡി ചെറുതായിട്ടൊന്നും ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് താകുന്നില്ല. ഞാൻ ഇനി ചിലപ്പോൾ കരുതിരിക്കും ആ കാര്യം ഓർത്തോണ്ട്. എന്തായാലും എനിക്ക് കുറച്ച് സീരിയസ് ആക്കേണ്ടി വരും കേട്ടോ. സീരിയസ് എപ്പോഴും പറയുന്നത് ഞാൻ ഇനി ഇതിപ്പോ എത്ര നിങ്ങൾ വിശ്വസിക്കത്തില്ല, ചെയ്ത് കാണിക്കേണ്ടി വരും. മാങ്ങ വേണം, നിങ്ങൾ തന്നെ കയറി പറിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ എവിടെ നിന്നാ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ എവിടെയും പോവാണ്. കൂട്ടുകാരോട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മായിമാരെന്തോ കൊണ്ടുവരുന്നുണ്ട്. അമ്മായിയമ്മ എന്തോ കൊണ്ടുവരുന്നുണ്ട്. അത് പിക്ക് ചെയ്യാൻ കൂട്ടുകാർ പോസ്റ്റ് അടിച്ചിവിടെ നിൽക്കണം. ട്രെയിൻ വന്നിട്ടുണ്ടല്ലോ. എനിക്ക് മനസ്സിലാത്ത എന്റെ കൂട്ടുകാരന്റെ മദറെല്ലാം ഇവിടെ ഇറങ്ങാനാണെങ്കിൽ പിന്നെ എതിരാണ്. ഞാൻ ഓർത്ത് ഇവിടെ നിന്ന് തന്നിട്ട് ഈ ട്രെയിനിൽ തന്നെ അങ്ങോട്ട് പോകാനാണ്. സാധനം കൈ കിട്ടിയിരിക്കുകയാണ്. സാധനം കിട്ടി. അപ്പൊ എന്തായാലും വീട്ടിൽ പോട്ടെ. ഈ പേരത്തില്ല ഞാൻ കറുത്തു. എന്താ കണ്ട ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഒന്നും പറയാനില്ലേ? ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്നോട് അമ്മ വന്നിട്ട് പറയുവാണ് ആഹാരം എനിക്ക് പുറത്ത് വരാം. ഞാൻ പകുതി വഴി എഡിറ്റ് എത്തിയതേ ഉള്ളത്. ഇന്നലത്തെ വീഡിയോ പോകുന്നില്ലേ? എന്തെങ്കിൽ ബാ. എന്ത് കഴിക്കാനാ? ചോറ് അമ്മ കഴിച്ചാ, എനിക്ക് വേണ്ട. ബിരിയാണി വേണ്ട. നീ ഞാൻ നോക്കാം അവിടെ നിന്ന്. കൊല്ലം കാണത്തൊന്നുമില്ല. എനിക്ക് ഇഷ്ടമല്ല. ഇന്നൊരു ഷോർട്ടും കൂടി ഉണ്ടാക്കണമെന്നുണ്ട് പോലെ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇന്ന് മാനേജ് ചെയ്ത് ഷോർട്ട് ഉണ്ടാക്കണം. ഷോർട്ട് ഉണ്ടാക്കുന്നത് ഗ്യാപ്പ് വീഴുവാണ് എനിക്ക്. അമ്മ രാവിലെ എവിടെ പോയത്? പറമ്പ് വൃത്തിയാക്കാൻ പോയി. പറമ്പ് വൃത്തിയാക്കാൻ പോയി? നമ്മുടെ പറമ്പാ? ഒന്നും പറ. ഒറ്റയടിക്ക് പോയല്ലോ അമ്മ. ഒറ്റയടിക്ക് പോയെന്ന് പറഞ്ഞ അയ്യോ എല്ലാരും പറയാനിവിടെ കിടക്കല്ലേ. എന്റെ വണ്ടിയും കൊടുത്തിട്ട് നീ പോയി. അപ്പൊ പിന്നെ ആരോട് പറയാ? ശരി, ഒന്നും പറയണ്ട. ഇപ്പൊ തൽക്കാലം നിർത്തി കഷ്ടപ്പെടുത്തി. അയ്യോ, കുറ്റം മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ ഒരു ഷോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങാൻ പോവായിരുന്നു. ഞാൻ വിചാരിച്ചത് മുട്ട അടിക്കുന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുക്കാം. അവൻ സമ്മതിച്ചില്ലെങ്കിൽ അടുത്ത ആൾക്ക് 1000, അവൻ സമ്മതിച്ചില്ലേ 1500, വേറൊരാൾക്ക് 2000, 3000, അങ്ങനെ 4000 വരെയൊക്കെ പോവാന്ന്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ച അങ്ങനത്തെ ഒരു വീഡിയോ ചിലപ്പോൾ എന്റെ ബ്രാൻഡിന് കൊള്ളത്തില്ലായിരിക്കും. ബ്രാൻഡ് എനിക്ക് അല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം. എത്ര രൂപ ഒരാൾ മുട്ടടിക്കാൻ സമ്മതിക്കുന്നുള്ള വീഡിയോ ചെയ്യേണ്ടത് നിങ്ങൾ കമന്റ്സിൽ പറയാം. എന്തായാലും അപ്പൊ ഞാൻ ക്യാമറ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും കിട്ടുന്നുണ്ടോ നമ്മളിപ്പോ തന്നെ റെക്കോർഡ് ചെയ്യും. അല്ല കറക്റ്റായിട്ട് എന്തെങ്കിലും എനിക്കൊരു ഐഡിയ വന്നു കഴിഞ്ഞാൽ പോകുന്ന വഴി ഓൺ ദ സ്പോട്ട് ഐഡിയ തിങ്ക് ചെയ്യുന്നവനാണ് ഞാൻ. കുറച്ച് വില കുറഞ്ഞ വീഡിയോസ് നമുക്ക് ആദ്യം ചെയ്യാം. വില കൂടി ചെയ്യുകയാണെങ്കിൽ കുറേ ഉണ്ട്. എനിക്ക് എന്ത് വേണം ചെയ്യും. കുറേയൊക്കെ എൻ്റെ തലക്കാതെ എടുത്തുകൊണ്ട് അതിനൊന്നും വലിയ കുഴപ്പമില്ല. പൂച്ചയുടെ ആർട്ട് വർക്ക് ആണത്. കാണാൻ ലുക്കല്ലേ. 10 മിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അനിയൻ ഈ ബൈക്കിന്റെ താക്കോൽ കൊണ്ടുവരാൻ വേണ്ടി. ഇതുവരെ ബൈക്കിന്റെ താക്കോൽ ഇട്ടിട്ട്. ഈ വണ്ടി എന്തിനാ എടുക്കുന്ന? 2 നീല വണ്ടി. ഏതെങ്കിലും ഒരു വണ്ടി പോകും. അതിന്റെ താക്കോല് ബൈക്കിൽ പോകാൻ നിർബന്ധമില്ലല്ലോ. ടൗണിലൊക്കെ ഇറങ്ങി പിടിച്ചിട്ട് ഞാനിപ്പോ കടയിലോട്ട് എത്തി കേട്ടാ. അമ്മ എന്നെ ഇവിടെ ഇരുത്തിയിട്ട് നീ അപ്പുറത്തെ കടയിലോട്ടും പോയി. കൊള്ളാം. പക്ഷെ എനിക്ക് ഒരു ഐഡിയ കിട്ടി കേട്ടാ. ഐഡിയ കൊള്ളാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്റെ ഭാഗം കുറെ ഉണ്ട്. എന്റെ ജിമ്മിലില്ലേ പവർ ലിഫ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി പവർ ലിഫ്റ്റേഴ്സ് ആയിട്ട് ജിമ്മിലെ വീഡിയോ 1-2 ചെയ്തിട്ടുള്ളത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു പവർ ലിഫ്റ്റിംഗ് പെണ്ണുമായിട്ട് ഞാൻ കമ്പീറ്റ് ചെയ്യാം. ഒരു ഡെഡ് ലിഫ്റ്റ്. പക്ഷെ ഡെഡ് ലിഫ്റ്റ് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. ആ എക്സസൈസ് ചെയ്തിട്ട് 2 വർഷം കണ്ടായിരുന്നു. 1.5 വർഷമായി കാണും എന്തായാലും. അപ്പൊ ഞാൻ ഫോമിലല്ല. അപ്പൊ ഒരു പ്രോപ്പർ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ വീഡിയോ കാണാൻ ഒരു ഇത് കാണത്തില്ല. ഞാൻ പീക്ക് ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കട്ടയ്ക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും. പക്ഷെ എന്നാലും പവർ ലിഫ്റ്റേഴ്സ് ഡെയിലി അവർക്ക് അത് തന്നെ പണിയാ. അപ്പോൾ തോപ്പിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും നമുക്കൊരു കമ്പീറ്റ് ചെയ്യുമ്പോൾ കാണാൻ ഇത് വേണം. അപ്പൊ അത് നമുക്ക് എന്തായാലും ചെയ്യാം. അതല്ല നിങ്ങൾ ആ മുട്ട അടിക്കുന്ന ഇതും കൂടി പറയാം. മുട്ട എന്ന് വെച്ചാൽ അവരിപ്പോൾ ഇത്രയും പൈസക്ക് ഓക്കെ പറഞ്ഞിട്ട് ബാർബർ ഷോപ്പിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ മുട്ട അടിക്കാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ മുട്ട അടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാൻ ആ സമയത്ത് തന്നെ പറയും മുട്ട അടിക്കണ്ട, അതങ്ങനെ അത് നിങ്ങൾ വന്ന് ഇരുന്നില്ലേ അത് സെറ്റ് ആണെന്ന് പറഞ്ഞ് ആ രീതി ഞാൻ പറഞ്ഞു വിടും. അപ്പൊ ആ വീഡിയോ എങ്ങനെയാണ് നിങ്ങൾ കമന്റ്സ് പറ ചെയ്യേണ്ടതെന്ന്. എന്ത് പറ്റി? പോയിട്ട് വീഡിയോ എടുത്താടാ? വീഡിയോ എടുത്തില്ല. വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് 8 days. ഒരാഴ്ചയിൽ ഒരു ദിവസം കൂടുതൽ. അമ്മ ഞാൻ ആ വീഡിയോ എടുക്കാൻ പോയതാ അമ്മേ. അപ്പം വീഡിയോ എടുക്കാൻ പറ്റിയല്ലോ. വെയില് കാരണം ഉടുക്കലത്തെ വെയിലുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റും. നീ ഒരു പണി ചെയ്യും, കാറ് വാങ്ങിയില്ലേ? കാറാണ് കൂടെ വരാം. നമുക്ക് 2 പേർക്കും പോയി റോഡ് സൈഡിൽ നിന്ന് കാറാണ്. കാറിൽ വരാം. അമ്മ എന്തിനാ വരുന്നത്? അപ്പൊ ഓൾറെഡി വ്ലോഗിൽ വരുന്നുണ്ട്. ഇതിനകത്ത് വരാതെ പ്രതീക്ഷിക്കണ്ട. അമ്മ ഞാനൊരു വീഡിയോ ചെയ്യാൻ പോയതാ മുട്ട അടിക്കുന്നത്. എനിക്ക് തോന്നിയപ്പോ കുറച്ച് പണിയായിരുന്നു. പക്ഷെ പിന്നെ പോകുന്ന വഴി ഞാൻ വിചാരിച്ചു നീ മുട്ട അടിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് എന്തോണൊക്കെ തോന്നുന്നു. കുഴപ്പമില്ല, നീ എന്നോട് ചോദിച്ചതല്ലേ, കുഴപ്പമില്ല, കറക്റ്റ് ആണെന്ന് ഞാനും പറഞ്ഞു, നീയും പറഞ്ഞു, എല്ലാം ഓക്കെ, ഞാൻ സെറ്റാക്കി. പിന്നെ ഞാൻ അവസാന നിമിഷത്തിൽ എന്തോ എനിക്കൊരു കറക്റ്റ് ഫീൽ വന്നില്ല. പിന്നെ എന്നാ JMP പറഞ്ഞപ്പോ അത് എന്തുവാണ് വലിയ ഇതില്ലെന്ന്. നിന്റെ സജഷൻ എടുക്കുമ്പോ സൈഡിൽ നിന്നുള്ള തടസ്സം ഒന്നും നീ ഞാൻ പറയുന്ന അതൊന്നും നീ ശ്രദ്ധിക്കണ്ട.
അപ്പൊ നിങ്ങൾക്കൊന്നും ചോദിക്കേണ്ടതാണ് നിങ്ങൾ പറയുന്നത്. ചോദിക്കണം. നിനക്ക് കോൺഫിഡന്റ് ഉണ്ടേ നീ മുന്നോട്ട് പോയേക്കുക. ഇത് തൽക്കാലം മുട്ടയുടെ വീഡിയോ അല്ലേ, മുട്ടയുടെ വീഡിയോ ഞാൻ നാളെ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ചോദിച്ചാണ്, നിങ്ങൾ പറയാമെന്ന്. മുട്ടയുടെ വീഡിയോ മുട്ടയുടെ കുഴപ്പമില്ലായിരുന്നു സത്യം പറഞ്ഞത്. ചെയ്തേക്കായിരുന്നു. എത്ര പേര് ചോദിച്ചോണ്ടിരിക്കുന്ന കമന്റിൽ വീഡിയോ ഇടുന്നില്ല. ഈ കമന്റ് എടുത്ത് വായിച്ചു നോക്ക്. കമന്റ് എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല, കാണാം. വായിക്കാറിയാൻ വായിക്കാനൊക്കെ അറിയാം, അറിയത്തില്ല, മലയാളമൊക്കെ അറിയാം. അമ്മ തൽക്കാലം വെള്ളം കുടിക്കാൻ ഏതോ ഒരു സബ്ജക്ട് അറിയാം, എല്ലാം അറിയാം. സത്യം പറഞ്ഞാൽ ഷോർട്സിനകത്ത് 30-40 വീഡിയോ ആൾക്കാർ ഇടുന്നത്, ഞാൻ 5 വീഡിയോ. ഇങ്ങനെ കൂടുതൽ ഓരോ വീഡിയോക്ക് ഇത്രയും ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചിന്തിക്കാതിരിക്കുന്ന നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ അതും കുഴപ്പം, എനിക്ക് പിന്നെ ഇത്രയും പൈസയൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് വൈറലാകാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് കൂടുതൽ ചിന്തിക്കുന്നത്. സീരീസ് ഡയറക്ടർമാരെല്ലാം ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിക്കൂല്ലേ? എന്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കും. സീരിയസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് എല്ലാ വീഡിയോ ചിന്തിച്ചാണ് ചെയ്യുന്നത്. അത്ര ഒന്നും നീ ചിന്തിച്ച് കൂട്ടണ്ട. നീ ഒന്ന് ചെയ്. നീ ഒരു വീഡിയോ പറയുമ്പോ ഇങ്ങനെ ചിന്താവിഷ്ടമായിട്ട് ചിന്ത എന്തോന്ന് ചിന്ത. ചിന്ത നോക്കിക്കണ്ട ചെയ്യേണ്ടത്, അല്ല പൊട്ടത്തിനല്ല ചെയ്യേണ്ടത്. എന്തായാലും കുറച്ചൊരു കൂട്ടണം. ഞാൻ വീഡിയോ ചെയ്തേക്കാം. ആഴ്ച 2 ഇടറാ. 2 വീഡിയോ ഇട്ടാലും ആഴ്ചയിൽ 8 വീഡിയോ ആകത്തുള്ളൂ. എന്താണേലും നിന്റെ വീഡിയോ എല്ലാം വൈറലാണ്. അത് എനിക്ക് വൈറലാന്നുണ്ട്. പിന്നെ എന്താ ഇത്ര ടെൻഷൻ? എനിക്ക് ടെൻഷന്റെ അല്ല, പക്ഷെ നമ്മൾ ഇത്രയും പൈസയും ഇതെല്ലാം ഇൻവോൾവ് അല്ലേ, പ്രോപ്പർ ആയിട്ട് ചെയ്യണ്ട്. എന്താണേലും ഇതുവരെ ദൈവം ഒരു ഇതും വരുത്തിയിട്ടില്ല. ദൈവത്തിന് അവിടെ നിന്ന് ഇറക്കണ്ട, അമ്മ വെള്ളം കുടിക്കാൻ പോകാം. നാളെ കറക്റ്റ് ആണ്. ശരി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റായിരുന്നു സ്വിമ്മിങ്ങിന് വേണ്ടി. അപ്പൊ അതിന്റെ ഒരു തളർച്ച ഉണ്ടായിരുന്നിരിക്കും. എനിക്ക് കുറച്ച് ഏറെ ഉറങ്ങണം. ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ 4-5 മണിക്കൂറാണ് ഉറങ്ങിയുള്ളൂ. അപ്പൊ 4-5 മണിക്കൂർ കൊണ്ട് എനിക്കൊന്നും ആകത്തില്ല. എനിക്ക് അതിന്റെ ടയർഡ്നെസ് ഫുൾ ദിവസം കാണും. അതൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. എന്ന് വെച്ചാൽ അത് വീഡിയോ വലിയ ഇതിൽ നിന്ന് ആൾക്കാർ പറഞ്ഞപ്പോൾ അതിന്റെ തലക്കറി പിടിച്ചതും പിന്നെ ഒരു ടയർഡ് ആയിരിക്കുന്നുണ്ട് ഫീൽ ഉള്ളതുകൊണ്ട് പോകാനും പറ്റിയില്ല, ചെയ്തുമില്ലെന്ന്. വിളിക്കാതെ പോകുന്നത് എനിക്ക് വണ്ടിയില്ല, ഒന്നുമില്ല. നീ എന്ത് പണിയായിരുന്നു? അമ്മ എനിക്ക് ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറക്കം വന്നു. രാവിലെ അവന്റെ സ്വിമ്മിങ്ങിന് ഇറങ്ങിപ്പോയല്ലേ. ഞാൻ ഉറങ്ങിയൊന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ അമ്മക്ക് കൊടുക്കുക തിരക്ക് കടയില്. കുറച്ച് തിരക്കുണ്ടല്ലോ. അവിടെ വന്ന് പോസ്റ്റ് അടിച്ചിരിക്കുകയല്ല, വേറെ ഒരു പണിയില്ല. അമ്മ കിടന്ന് എന്തുവാണ് ഇങ്ങനെ ലെക്ചർ അടിച്ചിട്ട് ലെക്ചർ ഫുള്ള് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ജോലിക്ക് അമ്മക്ക് ആൾക്കാരുടെ അടിച്ചിട്ട് വൈകുന്നേരമുള്ള ആൾക്കാർ ചൂടിന് പകലിറങ്ങുവാ. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാന്? അപ്പൊ വൈകുന്നേരത്തിലല്ലേ ഇറങ്ങുന്നത്. ഇയാൾ എന്നിട്ട് എന്നെ കൂട്ടാതെ ഞാൻ ദൈവമേ ഹെൽമെറ്റ് പിടിച്ചോണ്ട് നിൽക്കുന്നു. എങ്ങോട്ട് പോണെന്ന് അറിയാവില്ല. എനിക്ക് വേണ്ടിയുള്ള ജ്യൂസാണ്. ആ ജ്യൂസ് നിനക്ക് ജ്യൂസ് തന്നെയല്ലേ ജോലി. എടാ മോനെ, എടാ ഒരു വർക്ക് കൊടുക്കാനുണ്ട്, വരാവാടാ. എടാ നിനക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നില്ലടാ. ഒരു പൊട്ടന് ഒരു പണി എന്ന് പറയുന്ന അവൻ ചെയ്യല. അമ്മക്ക് ഞാൻ മുതലായിട്ടിരിക്കുന്നുണ്ട് സൂചിക്കുന്നില്ല. അവനാകെ കൂടി ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറിനകത്തുള്ള. അത് അവൻ പോസ്റ്റ് ആയാൽ പോലും അവൻ അറിയല. വേലേ പണിയെ അവൻ ചെയ്യില്ല. ഒരു പണിയും ഞാൻ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് മോനെ എതിർക്കാൻ പറ്റില്ല. അർജുനയുടെ സിനോണിം വന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെന്ന്. ആ തുണി അവിടെ കഴുകിട്ടെടുത്ത് വിരിക്ക പോലല്ലോ. അമ്മ ഒരാൾ ഈ വീട്ടിൽ വിരിക്കുന്നുണ്ടെ ഞാനാ വിരിക്കുന്നത്. എന്തിനാ അർജുൻ എം പി കളവ് പറയുന്നത്? ഒന്നും അറിയാവോ അമൃതയാ മോന്തക്കെട്ട് ഒന്നും അറിയോ നിർത്തണം. എന്റെ മുതലാനെ ഇങ്ങോട്ട് താടാ. എന്റെ മുതലാനെ അയ്യോ പാവം കുഞ്ഞു പാവ, അത് ഉറങ്ങിയണത്. എടാ വരുവാടാ. ഇല്ല ഞാൻ ജയമ്പീനെ വിളിക്കും. നീ വരുവാ വരികയല്ലേ? ഇനി ജയമ്പെടുക്കെ പോസ്റ്റാൻ എനിക്ക് സമയമില്ല. തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ വരും. അമ്മേനെ വിളിച്ചിറക്കി പെട്ടെന്ന് പോകുമ്പോ ഗേറ്റെങ്കിലും ഗേറ്റ് തുറക്കാം. തുണി അതിനകത്ത് ഇരിക്കുന്നു വണ്ടിക്കകത്ത്. അമ്മയുടെ തയ്ച്ച തുണിയെ കൊടുത്തിട്ട് നമ്മളിപ്പോ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് രാത്രിയായി, 11 മണി ആയിട്ടുള്ളൂ. ഞാൻ കിടന്ന് ഉറങ്ങട്ടെ നേരത്തെ. രാവിലേക്ക് സമയത്തും കാലത്തും എഴുന്നേക്കട്ടെ. അതിനെക്കാട്ടിയും കൂടുതൽ ഞാൻ ഉറങ്ങട്ടെ സമയത്തും കാലത്തും. അല്ല അതിനെക്കാട്ടും തന്നെ ഞാൻ കുറെ ഏറെ ഉറങ്ങട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ നിന്റെ പല്ല് ചെയ്തിട്ടുള്ളതാ. അപ്പൊ എന്തായാലും ടേക്ക് കെയർ, ഹാവ് ഫൺ, പീസ്.